നഗരസഭ പ്രദേശത്ത് സമ്മതിദായകരെ അഭിസംബോധന ചെയ്യാനാണ് ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന ഇന്ത്യ സഖ്യത്തിൽ വോട്ടഭ്യർത്ഥിക്കാനായാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ. ഈ അവസാന ദിവസങ്ങൾ ഇലക്ഷന്റെ ചൂട് അതിൻ്റെ പാരമ്യതയിലെത്തി നിൽക്കുന്ന നിമിഷങ്ങളിൽ കേരളത്തിൽ ആകമാനം സഞ്ചരിച്ച്, കാരണം ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകർക്കും ഒരു എക്സിറ്റ് പോളിനും നിർവചിക്കാൻ കഴിയാത്ത ഒരു ഫലപ്രഖ്യാപനമാണ് കേരളത്തിലെ ജനങ്ങൾ അവരുടെ ഹൃദയത്തിൽ നല്ല അവലോകനത്തിനും നല്ല അനാലിസിസിന് ശേഷം അവരവരുടെ മനസ്സിൽ നിശ്ചയദാർഢ്യത്തോടെ ചില തീരുമാനങ്ങളിൽ എത്തിയിരിക്കുന്നതെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് എൻ്റെ രാഷ്ട്രീയ കക്ഷിക്ക് കേരളത്തിൽ ഇത്തവണ ഒരുപക്ഷെ വളരെ ഇംപ്രസീവായിട്ട്, വളരെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു മുന്നേറ്റം നടത്താനുള്ള അന്തരീക്ഷം സംജാതമായിട്ടുണ്ടെന്ന് തന്നെയാണ്, വലിയ ആത്മവിശ്വാസമാണ് പകർന്നു നൽകുന്നത്. കഴിഞ്ഞ തവണ നമുക്ക് ഷൊർണൂർ നഗരസഭയിൽ 9 സ്ഥാനാർത്ഥികളാണ് വിജയിച്ചു വന്ന് കൗൺസിലർമാരായിട്ട് നിങ്ങളെ സേവനത്തിന്, നിങ്ങളെ സേവിക്കുന്നതിന് വേണ്ടിയും പ്രാപ്തി നേടിയത്. ആകെ 35 വാർഡുകളിൽ, കൗൺസിലുകളിൽ ഇത്തവണ 22 പേരെയെങ്കിലും ജയിപ്പിച്ച് ഈ നഗരസഭയുടെ ഭരണം ഭാരതീയ ജനതാ പാർട്ടിയെ, NDA സഖ്യത്തെ ഏൽപ്പിക്കണമെന്ന് ഞാൻ താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ്. മാറ്റങ്ങൾ വരുത്തുന്നതിന് നാന്ദി കുറിക്കുന്ന ഒരു ഇലക്ഷൻ തീരുമാനമാറ്റം എന്ന് പറയുന്നത് ജനങ്ങൾ തന്നെയാണ് നിശ്ചയിച്ചുറപ്പിച്ച് നടപ്പിലാക്കേണ്ടത്. അതിനുള്ള മുഹൂർത്തമാണ്. നമുക്ക് ചുറ്റുപാടുമുള്ള ഭരണത്തിന്റെ അപര്യാപ്തത കൊണ്ട്, അല്ലെങ്കിൽ കെടുകാര്യസ്ഥത കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് നിഷേധിക്കപ്പെട്ടത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി, 4 5 ടേമുകളിലായി 5 വർഷം നമുക്ക് എങ്ങനെ നഷ്ടം മാത്രം സഹിക്കേണ്ടി വന്നു എന്ന് പറയുന്ന ഒരു മനസ്സിലാക്കൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനൊരു തിരുത്തിക്കുറിപ്പ് അല്ലെങ്കിൽ ഒരു പുതിയ രചന നടത്തേണ്ടതും നിങ്ങൾ സമ്മതിദായകർ തന്നെയാണ്. രാഷ്ട്രീയ ഇഷ്ടവും അനിഷ്ടവും ഒക്കെ നമുക്കാവാം, പക്ഷേ രാഷ്ട്രത്തോടുള്ള കരുതലും ഇഷ്ടവും ഒരിക്കലും അടിയറവ് വെച്ചുകൊണ്ടാവരുത്. രാഷ്ട്രീയത്തോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ നമ്മുടെ ഭാവി എന്ന് പറയുന്നത് തരത്തിൽ ഒരു മറ്റൊരു എന്താണ് ഡെസ്റ്റിനി എന്ന് ആംഗ്ലത്തിൽ പറയുന്നത്, വിധിക്ക് വിട്ടുകൊടുക്കുക. ഒരു റിസ്ക് നിങ്ങൾ എടുക്കുമെങ്കിൽ ഇത്തവണ അത് ഭാരതീയ ജനതാ പാർട്ടിക്കും NDAയ്ക്കും വിജയം സമ്മാനിച്ചുകൊണ്ട് ആ റിസ്ക് തന്നെ എടുക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. 22 പേര്, കുറഞ്ഞത് 22 പേരെ തെരഞ്ഞെടുത്ത് നഗരസഭയിൽ അയക്കണം. ബാക്കി ഇന്ന് വരെ മാറാത്തത് ഞങ്ങൾ മാറ്റും എന്ന പാലക്കാട് ജില്ലയിൽ പാലക്കാട് നഗരസഭ 2015 പിടിച്ചെടുത്തെങ്കിൽ ഇത് വലിയ കാഠിന്യമേറിയ ഒരു ജനങ്ങൾ തീരുമാനിച്ചാൽ മതി. നിങ്ങൾ 5 വർഷത്തേക്ക് ഞങ്ങളെ ഒന്ന് ശ്രമിച്ചു നോക്കൂ. നമുക്ക് ഷൊർണൂർ നഗരസഭ ഇങ്ങെടുക്കണ്ടേ? ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളെ അത് ഏൽപ്പിക്കും. വികസനത്തിന്റെ കാര്യത്തിൽ സമഗ്രമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് 5 വർഷം കൊണ്ട് സമ്മാനിക്കുമെന്ന് ഉറപ്പ് തന്നുകൊണ്ട് ഞാൻ ഈ 35 സ്ഥാനാർത്ഥികൾക്ക്, 35 കൗൺസിലുകളുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും ഉള്ള പ്രചരണ യാത്രയിലാണ് പങ്കെടുക്കുന്നത്. എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ഒരുപാട് സ്നേഹം. നന്ദി, നമസ്കാരം.
സ്ഥാനാർത്ഥികളല്ലാത്തവരൊക്കെ ബാക്കിലേക്ക് വരും. ഒന്ന് ബാക്കിലേക്ക് വരും. സ്ഥാനാർത്ഥികളല്ലാത്തവരൊക്കെ ബാക്കിലേക്ക് വരും. എല്ലാവരും